വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെത്തി അമ്മവേഷങ്ങൾ ചെയ്ത് ആ അമ്മവേഷങ്ങളെ സ്നേഹിച്ച് നിരവധി തലമുറകൾക്ക് അമ്മയായ വ്യക്തിയാണിപ്പോൾ ഓർമ്മയാകുന്നത്. അനുജ രാജേഷ് ചേരുന്നു. അനുജ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. ബഹുമതിയെല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക്. അല്പസമയത്തിനകം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അവിടെ നിന്ന് ഉള്ള ശബ്ദം അതേസമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ സ്നേഹവാത്സല്യം, മലയാളത്തിൻ്റെ മാതൃഭാവം, മലയാളത്തിൻ്റെ നിറചിരി. അമ്മ എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയുടെ മുന്നിലേക്കും ഓടിയെത്തുന്ന രൂപം. അത് രൂപം കൊണ്ട് മാത്രമല്ല, ആ ചെയ്ത വേഷം കൊണ്ട് മാത്രമല്ല, തൻ്റെ ചിരിയിലും നോട്ടത്തിലും ഓരോ ഭാവങ്ങളിലും അമ്മയുടെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ആവാഹിച്ച അഭിനേത്രിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രജിൻ സി കണ്ണനുണ്ട്. പ്രജിൻ, അവസാന ചടങ്ങുകൾ നടക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് എന്താണ് വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്റ്റീന. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ ചിതി ഒരുക്കിയിരിക്കുന്ന ഇതിനു ചുറ്റും നമുക്ക് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കാണാം. അവർ അപ്പോഴും പൊന്നമ്മയോട് വിടവാങ്ങുകയാണ്. അപ്പോഴും കണ്ട് മടങ്ങിയിട്ടും തിരികെ വന്ന ഒരുപാട് പേരെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത കത്തിത്തീരും വരെ ഒരുപക്ഷെ ഇവരെല്ലാം ഇവിടെ തുടരും. അത്രമേൽ സ്നേഹം വാത്സല്യവുമുള്ള ഒരു നടിയെ മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്നു. ആരാധകരും പ്രേക്ഷകരും ആയിട്ടുള്ള ഒരുപാട് പേർ ഇപ്പോഴും ഇവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ അഭ്രപാളികളിൽ എപ്പോഴൊക്കെ കവിയൂർ പൊന്നമ്മ മകനെയെന്നും മോളെയെന്നും ഒക്കെ വിളിച്ചു, അപ്പോഴൊക്കെ മനസ്സുകൊണ്ടെങ്കിലും വിളി കേട്ടവരാണ് ഇവിടെ എപ്പോഴും കൂടി നിൽക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും. അത്രമേൽ ഒരു അമ്മ എന്ന നിലയിൽ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ ബന്ധം അത് സ്വന്തം അമ്മയെപ്പോലെ തന്നെ കണ്ടു എന്ന് ഇവിടെ എത്തുന്ന ഓരോരുത്തരും പറയുന്നു. അവർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മടങ്ങിപ്പോകാതെ കൂട്ടാക്കാതെ ഈ ചിതയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. കവിയൂർ പൊന്നമ്മ അനശ്വരമാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ കവിയൂർ പൊന്നമ്മയുടെ മുഖം കഥാപാത്രങ്ങളുടെ മുഖമായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഇങ്ങനെ കണ്ട് നമുക്ക് അറിയില്ല കവിയൂർ പൊന്നമ്മയെ. കാരണം അവർ നമ്മുടെ മനസ്സിൽ ആ രീതിയിലാണ് പതിഞ്ഞിരിക്കുന്നത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒപ്പം സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ ഷീലയുടെയും ഒക്കെ അമ്മയായി ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത്. ആ കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് അവർ ഓർമ്മിക്കപ്പെടുന്നതും. സിനിമാ രംഗത്തെ പ്രമുഖർ, അപ്പം സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യങ്ങളെല്ലാം തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാനമായി വിടച്ചാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ ചിതക്കയിൽ തന്നെ തുടരുന്നു. മലയാളത്തിലെ അഭിനേത്രി കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാന ആദരമർപ്പിക്കുകയാണ് മലയാള സിനിമാ ലോകവും സാംസ്കാരിക രാഷ്ട്രീയ രംഗവും. കളമശ്ശേരിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് നിരവധി സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരാണെത്തിയത്. സാധാരണക്കാരായ നിരവധി പേരും അമ്മവേഷങ്ങളിലൂടെ തങ്ങൾ സ്നേഹിച്ച ആ വാത്സല്യം ഉൾക്കൊണ്ട കവിയൂർ പൊന്നമ്മയെ കാണാൻ അവസാനമായി ടൗൺ ഹാളിലെത്തിയിരുന്നു. ആലുവയിലെ കരമാലൂരിലെ വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ അന്തിമഘട്ടം നടക്കുന്നത്. അല്പസമയം മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. മലയാളത്തിൻ്റെ അമ്മ മനസ്സ്, മാതൃഭാവം, അത് സ്വന്തം അഭിനയ ശൈലിയിലൂടെ മാത്രമല്ല, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ വാത്സല്യത്തെ മലയാളി പിന്നീട് ഒരു അമ്മയുടെ സ്നേഹത്തോടും അമ്മയുടെ ശരീരഭാഷയോടും അമ്മയുടെ ചിരിയോടും നോട്ടത്തോടും ഒക്കെ പിൽക്കാലത്ത് ചേർത്ത് വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രജിൻ സി കണ്ണനുണ്ട്. അവിടെ നിന്ന് പ്രജിൻ, തുടരാം. ആലുവ പുഴയുടെ തീരത്തുള്ള കരുമാട്ടൂർ എന്ന് പറയുന്ന ദേശത്തിനടുത്താണ് ഈ വീട്. ഇവിടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കവിയൂർ പൊന്നമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. ചെന്നൈയിലെ
മലയാള സിനിമയുടെ അമ്മയ്ക്ക് ആദരമർപ്പിക്കുകയാണ് മലയാള സിനിമാ ലോകം, മലയാള സാംസ്കാരിക മേഖല, മലയാള രാഷ്ട്രീയത്തിലെ പ്രമുഖർ, സാധാരണക്കാരൊക്കെ. അനുജ രാജേഷ് കൂടെ ചേരുകയാണ്. അനുജ, മലയാളത്തിലെ അമ്മ മനസ്സ് വിടവാങ്ങുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ അവസാന ചടങ്ങുകളല്ലേ പുരോഗമിക്കുന്നത്? ഇപ്പോൾ സംസ്കാര ചടങ്ങ് അത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ചിതയ്ക്ക് തീ കൊളുത്തി. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. നേരത്തെ ഔദ്യോഗിക ബഹുമതികൾ സംസ്ഥാന സർക്കാർ അർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. സിനിമാ മേഖലയിൽ നിന്നുള്ള ഭാഗ്യലക്ഷ്മി, ധർമ്മജൻ ബോൾഗാട്ടി, വിനു മോഹൻ എന്നിവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. അവർ ഇന്നലെ മുതൽ തന്നെ ആശുപത്രിയിലുമൊക്കെ ഉണ്ടായിരുന്നതാണ്. വിനു മോഹനും ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ ഒട്ടേറെ പേർ കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം അഭിനയിച്ചിരുന്ന സഹപ്രവർത്തകരായിരുന്ന ഒട്ടേറെ താരങ്ങളും സംവിധായകരുമൊക്കെ ഇന്ന് രാവിലെയും ടൗൺ ഹാളിലെത്തിയും ഒക്കെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് സമയം ഇവിടെ നാട്ടുകാർക്ക് അവസാനമായി ഈ അമ്മയെ കാണാനുള്ള അവസരമുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയെ കാണാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്ക് ശേഷം സംസ്കാരം ഇപ്പോൾ അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. മന്ത്രി പി രാജീവ് ഇന്ന് രാവിലെ ടൗൺ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ സംസ്കാര ചടങ്ങിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. അങ്ങനെ തലമുറകളോളം ഇപ്പോൾ എത്രയോ തലമുറകളുടെ അമ്മയായി മാറിയ 60കളിൽ തുടങ്ങിയ ഒരു അഭിനയ സപര്യയാണ്. അത് 2021 വരെ തുടർന്നിരുന്നു. സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ അമ്മയായി തുടങ്ങി. പിന്നീട് പ്രേം നസീറിൻ്റെയും അതുപോലെ സോമൻ, സുകുമാരൻ എന്നിവരുടെയൊക്കെ അമ്മയായി. മോഹൻലാൽ, മമ്മൂട്ടി, അതെല്ലാം കഴിഞ്ഞ് പൃഥ്വിരാജ്, ഇന്ദ്രജിത്തിൻ്റെ വരെ അമ്മയായി അവർ തിളങ്ങി. അമ്മൂമ്മയായും ഒക്കെയുള്ള അവരുടെ ആ ഒരു അഭിനയ സപര്യ അതെല്ലാം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഒട്ടേറെ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങുന്നത്. ഗായികയാകാനുള്ള ആഗ്രഹം അത് ബാക്കിയാക്കിയുള്ള മടക്കമാണ്. ചില സിനിമകളിൽ പാടിയിട്ടുണ്ട്, 8 സിനിമകളിൽ പാടിയിട്ടുണ്ട്. പക്ഷേ അതായിരുന്നില്ല അവരുടെ കുട്ടിക്കാലത്തെ ആഗ്രഹം. MS സുബ്ബുലക്ഷ്മിയെ പോലെ ഒരു ഗായികയാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് പാട്ട് പഠിച്ചതും ഹാർമോണിയം വേണമെന്ന് വാശി പിടിച്ചതും ഒക്കെ. പക്ഷേ ആ തരത്തിലേക്കായിരുന്നില്ല. തോപ്പിൽ ഭാസി കൈപിടിച്ച് അഭിനയ ലോകത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് നാടകരംഗത്ത് പാടാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ പ്രതിഭയുടെ കരിയറിന് തുടക്കമായത്. അതിനുശേഷം പിന്നീട് അഭിനയിക്കാൻ തോപ്പിൽ ഭാസിയാണ് ഈ അഭിനയ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോഴും മടിച്ചു നിന്നുകൊണ്ട് തനിക്ക് പറ്റുന്ന ജോലിയല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാൻ ശ്രമം നടത്തിയെങ്കിലും തോപ്പിൽ ഭാസിയുടെ നിർബന്ധത്തിനൊടുവിൽ വഴങ്ങി. അങ്ങനെ പിന്നീട് സിനിമാ രംഗത്തേക്ക് കടക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 19 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അമ്മ വേഷം അണിയുന്നു. അതിലും ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സത്യൻ്റെയും മധുവിൻ്റെയും പോലെയൊക്കെയുള്ള താരങ്ങളുടെ അമ്മയായി. സത്യൻ തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ അമ്മയായി അഭിനയിക്കുക എന്ന് പറയുന്നത് അനായാസമുള്ള അഭിനയം കാഴ്ചവെച്ചു. അതിൽ അഭിനയമായിരുന്നില്ല. ഇപ്പോഴും മറ്റ് താരങ്ങളൊക്കെ ഇന്നും ഇന്നലെയും ഒക്കെയായി അനുസ്മരിക്കുന്നത് നമ്മൾ കേട്ടു. നമ്മൾ പ്രേക്ഷകർക്കും അത് അറിയാവുന്നതാണ്. ഒരു അഭിനയം ആയിരുന്നില്ല. എപ്പോഴും അമ്മയായി ജീവിക്കുന്ന ഒരു നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അതുകൊണ്ട് തന്നെയാണ് നമുക്കും അവരെ നമ്മളുടെ സ്വന്തം അമ്മയാണ് എന്ന തരത്തിലേക്ക് അവരെ ചേർത്ത് വെച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. നമുക്കൊപ്പം ഇരുന്ന ഒരാൾ സ്ക്രീനിൽ കാണുന്ന പ്രതീതി. അത് ഒരേ ദിവസം തന്നെ 5 സിനിമകളിൽ വ്യത്യസ്ത സിനിമകളിലൊക്കെ വേഷം ചെയ്യുമ്പോഴും അതെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഒരു മുണ്ടും നേരിയതും ഇട്ടുകൊണ്ടുള്ള അഭിനയം ആ തരത്തിലേക്ക് അങ്ങനെ ജനഹൃദയങ്ങളിൽ ജനമനസ്സുകളെ കീഴടക്കിയ ഇങ്ങനെ ഒരു അമ്മ കഥാപാത്രം ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അങ്ങനെ ഒരു കഥാപാത്രം ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോഴത്തെ സിനിമകളിൽ ഇങ്ങനെയുള്ള അമ്മ കഥാപാത്രങ്ങളില്ല. പക്ഷേ അങ്ങനെ ഒരു റോൾ കിട്ടിയാൽ ഇനിയും അത് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാനമായി വിട നൽകുകയാണ് നാട്. ആലുവയിലെ കരുമാലൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുജ രാജേഷ്. ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ശിരൂരിലെ ദൗത്യത്തിലേക്ക് നമ്മൾ തിരികെ പോകും.